നാം ഒരു വ്യക്തിയിലുള്ള വിശ്വാസം തെളിയിക്കുന്നത് അവരുടെ വാക്കുകളെ അനുസരിക്കുന്നതിലൂടെയാണ്. തൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം നൽകിയ തൻ്റെ പുത്രനെ യാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറായത് ദൈവത്തെ താൻ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ദൈവം ആരെന്നറിഞ്ഞ് ആ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസവും ധൈര്യവും താൻ പുലർത്തി വന്നിരുന്നതിനാലുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവവചനം പരിചയപ്പെടുത്തുന്നു. ദൈവത്തെ പലരും കേൾക്കാത്തതും അനുസരിക്കാത്തതും വ്യക്തിപരമായ ദൈവം ആരെന്നവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആരെങ്കിലുമൊക്കെ തങ്ങളുടെ തുച്ഛമായ ചില അറിവുകളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരവരുടെ മതത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഏതാനും ചില വിവരങ്ങളാണ് ചിലരുടെ ദൈവഭക്തിയെ പൊതുവെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയില്ലാതിരിക്കുന്നവർ തങ്ങൾ ഗ്രഹിച്ച ആന എങ്ങനെയിരിക്കുമെന്ന് വിശദീകരിക്കുന്നത് പോലെ ഇങ്ങനെയുള്ളവർ ദൈവത്തെയോ ദൈവവചനത്തെയോ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ തങ്ങളുടെ മതപാരമ്പര്യത്തെയും ദൈവവിശ്വാസത്തെയും ഒക്കെ സമർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ കേൾവിക്കാർ സ്വന്തം നിലയിൽ സത്യമെന്തെന്ന് അന്വേഷിച്ചില്ല എങ്കിൽ ദൈവഹിതത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ദൈവവചനം പലർക്കും അറിയില്ല. ഈ അപകടം മനസ്സിലാക്കുന്നവർ വ്യക്തിപരമായി ദൈവത്തെ അറിയുവാൻ ശ്രമിക്കണം. മുൻവിധികളില്ലാതെ ദൈവവചനം പഠിക്കുവാൻ തയ്യാറാകാത്തിടത്തോളം ദൈവം ആരാണെന്നോ അവിടുത്തെ ഹിതം എന്താണെന്നോ മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ദൈവഭക്തിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അപൂർണമായ ചില ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് അവരവരുടെ കാഴ്ചപ്പാടുകളിലേക്ക് ദൈവബോധത്തെ പരിമിതപ്പെടുത്തി ജീവിതം വ്യർത്ഥമാക്കുകയാണ്. സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ, ഈ ആയുസ് അർത്ഥപൂർണ്ണമാക്കുവാൻ അങ്ങനെയുള്ളവർക്ക് താല്പര്യമില്ല. മരിച്ചു കിടക്കുന്നൊരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ പ്രചോദനം നൽകിയെന്ന് പറഞ്ഞാലും പ്രതികരിക്കുവാൻ കഴിയാത്തതുപോലെ പാപം ചെയ്ത് ആത്മമരണം സംഭവിച്ചിരിക്കുന്ന മനുഷ്യന് ദൈവവചനത്തോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നതിന് കഴിയില്ല. ദൈവവചനം കേൾക്കുന്നത് പോലും അവർക്ക് താല്പര്യമില്ല. അഥവാ എപ്പോഴെങ്കിലും കേട്ടാലും അവർക്കത് വേണ്ട രീതിയിൽ ഗ്രഹിക്കുന്നതിന് കഴിയില്ല. പാപത്തെ ഒരു വലിയ പ്രശ്നമായി അവർ കാണുന്നു പോലുമില്ല. എത്ര വലിയ ദുരവസ്ഥയിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതവരെ ബാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് കരുണ തോന്നി കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ അവരുടെ ഹൃദയം കൃപയാൽ ചലിച്ചു തുടങ്ങിയാൽ അവർ ആത്മാവിൽ ജീവൻ പ്രാപിക്കുകയും തുടർന്ന് വചനം വേണ്ടുമെന്ന് അനുസരിച്ച് കർത്താവിനെ പിൻപറ്റുവാൻ തയ്യാറാകുകയും ചെയ്യുന്നു. ദൈവിക ജീവൻ പ്രാപിച്ചൊരു ദൈവവൈതൽ വചനവിശുദ്ധിയിൽ തങ്ങളെ സൂക്ഷിക്കുവാൻ 100% ബാധ്യസ്ഥരാണ്. യേശു കർത്താവാണ് വിശുദ്ധിയുടെ അളവുകോൽ. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പിന്നീട് പാപത്തിൽ വീണാൽ പരിശുദ്ധാത്മാവ് അത് ആ വ്യക്തിക്ക് ബോധ്യം വരുത്തും. അത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ അത് ഓർത്ത് നിലവിളിക്കുകയും ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം ആ വ്യക്തിയെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കും. യഥാസ്ഥാനപ്പെട്ട് ദൈവിക വിശുദ്ധിയിൽ അനുദിനം വളരുവാൻ അതുവഴി അവസരം ലഭിക്കും. അത് കൃപയാണ്. ഇതാണ് ഈ ലോകത്ത് ഒരു സത്യവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ജീവിതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ഭാഗ്യപദവിയിലേക്ക് കടന്നു വരിക. ദൈവം എല്ലാവരെയും സഹായിക്കും.